ഇതിനെ ശരിക്കും വിസിറ്റേഴ്സിനെ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ഒരു ക്ലസ്റ്ററായിട്ട് എടുത്താൽ മട്ടാഞ്ചേരി ഒരു രണ്ടാമത്തെ ക്ലസ്റ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലെ ആൻഡ്രൂസ് പാരിഷ് ഹാള് തൊട്ട് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ ഈ 100-200 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നമുക്കൊരു 10-11 വെന്യൂസ് തന്നെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആൻഡ്രൂസ് പാരിഷ് ഹാളിൽ നിന്ന് തുടങ്ങി അർത്ഥശില, ഡേവിഡ് ഹാൾ, ബാസ്റ്റൻ ബംഗ്ലാവ്, ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, ആസ്പെൻ വാൾ, പെപ്പർ ഹൗസ് വരെയുള്ള ഇത്രയും, അതുകൂടാതെ തന്നെ വാട്ടർ മെട്രോയിലും അത് ഉണ്ട്, നമ്മുടെ വാട്ടർ മെട്രോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ റോഡ് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ 10-11 വെന്യൂസ് നമുക്ക് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. അത് നമുക്ക് വണ്ടി ആ ഫസ്റ്റ് വെന്യൂവിൽ കയറി കഴിയുമ്പോൾ ബാക്കി സ്ഥലങ്ങളിലൂടെ വണ്ടി ആവശ്യമില്ല, കാൽനടയായിട്ട് തന്നെ ആൾക്കാർക്ക് പോകാവുന്നതാണ്. അത് അല്ലാതെ തന്നെ ആൾക്കാർ എറണാകുളത്ത് നിന്ന് വാട്ടർ മെട്രോ എടുത്ത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ വാട്ടർ മെട്രോയുടെ റൈറ്റ് സൈഡിലെ മണ്ഡപം പോലത്തെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു. അത് അവർ ബിനാലേക്ക് ഫ്രീ ആയിട്ട് ഒരു വെന്യൂ ആയിട്ട് പ്രശ്നം തന്നിട്ടുണ്ട്. അപ്പൊ ആർട്ട് ബൈ ചിൽഡ്രൻ, കുട്ടികൾക്കുള്ള ആർട്ട് ബന്ധപ്പെട്ട എല്ലാ ശില്പശാലകളും എല്ലാം അരങ്ങേറുന്നത് ആ വെന്യൂവിൽ തന്നെയാണ്. അപ്പൊ വാട്ടർ മെട്രോയിൽ നിന്ന് നമ്മൾ ഡിസംബാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു വെന്യൂ ഉണ്ട്. അവിടെ നിന്ന് നടന്ന് നമുക്ക് ആസ്പെൻ മോളിലേക്കും ബാക്കിയുള്ള അവിടെയുള്ള എല്ലാ വെന്യൂസിലേക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മട്ടാഞ്ചേരിയിലെ ജൂ ടൗൺ, മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോയിൽ നമ്മൾ ഡിസംബാർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെയും നമുക്ക് ഏകദേശം 14 വെന്യൂസ് ആ ഏരിയയിൽ ഉണ്ട്. വാട്ടർ മെട്രോയിൽ കൂടെ വന്നിട്ട് നമുക്ക് വെന്യൂകളിൽ കൂടെ പോവാം. അതല്ലാതെ തന്നെ ഇപ്പൊ ഈ ഫോർട്ട് കൊച്ചിയിലെ ഞാൻ ആ 10 വെന്യൂസിന്റെ കാര്യം പറഞ്ഞു. ആ പെപ്പർ ഹൗസിൽ നിന്ന് നടന്ന് മട്ടാഞ്ചേരിയിലോട്ടും അങ്ങനെ പോകാനായിട്ടാണെങ്കിലും ഒരു 300 മീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ ബസാർ റോഡ് ആണ് ശരിക്കും ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഈ 2 ഏരിയകളെ കണക്ട് ചെയ്യുന്നത്. അതിലേക്കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമല്ല, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 20 വെന്യൂസ് തന്നെ അവിടെയുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കാണാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ശരിക്കും വേണം നമ്മൾ കൃത്യമായിട്ട് വർക്കുകളെല്ലാം കാണാനായിട്ട്. പക്ഷെ ആസ്പെൻ മോൾ ഹൗസും അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഖിൽ ചോപ്രയുടെ പ്രധാന എക്സിബിഷനായ കൊച്ചി മുസീരീസ് ബിനാലയുടെ ഈ പ്രധാന വേദികൾ ഒരുപക്ഷെ കുറച്ചെങ്കിലും ഒക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.